സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയുടെ വ്യൂവർഷിപ്പ് പറ്റ കുറവായിരിക്കും എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, ഈ വീഡിയോ ഒന്നാമതൊരു ബിഗ് ബോസ് കണ്ടൻറ്റ് വീഡിയോ അല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും. കാരണം എൻ്റെ ചാനലിൽ 97.8% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് കണ്ടൻറ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം എൻ്റെ വീഡിയോസിൽ മെജോറിറ്റി ആൾക്കാർ ബിഗ് ബോസ് കണ്ടൻറ്റ് ഫോളോ ചെയ്യുന്നവരാണ്. എനിക്ക് അനലറ്റിക്സ് നോക്കി മനസ്സിലാവും. അപ്പോൾ ബിഗ് ബോസ് കണ്ടൻറ്റ് അല്ല. പിന്നെ വന്നിട്ട് സംസാരിക്കാൻ തന്നെ വെച്ചാൽ ആദ്യം കണ്ട ഈ വീഡിയോയുടെ റെക്കമെൻഡേഷനും സജഷൻസ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്താൻ പാടില്ല. കാരണം ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ മറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആരും കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം എനിക്ക് എന്താണ് ഈ ചാനലിൽ കാലം വന്നതിനെ കുറിച്ചൊരു പ്രോപ്പർ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നി. കാരണം അതെൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ്. കാരണം ഒരു ചാനലിന് പറഞ്ഞാൽ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ കുറേ ഇയേഴ്സായിട്ട് ഈ ചാനലിൽ കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, എന്തുകൊണ്ട് ഇത്രയും കാലം ഇത്ര വലിയൊരു ഗ്യാപ്പിന് ഈ ചാനലിൻ്റെ ഒരു ലൈഫിൽ എടുത്തിട്ടില്ല? ഇത്ര വലിയൊരു ഗ്യാപ്പ് എന്തുകൊണ്ടൊരു 4-5-6 മാസം വീഡിയോ വന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വീഡിയോ വന്നില്ല എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, സോ വീഡിയോ ലെങ്ത്ത് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അതിനടുത്തൊരു കാര്യം പറയട്ടെ, വീഡിയോ തുറക്കത്തിൽ തന്നെ പറയട്ടെ, ബിഗ് ബോസ് കണ്ടന്റ് ഇനി മുതൽ ചാനൽ വരത്തില്ല. ഓക്കെ, ബിഗ് ബോസ് അതിൽ എല്ലാ പരിപാടിയും നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഷോർട്സ് ഇട്ടിട്ട് നമ്മൾ കണ്ടിരിക്കും വിശ്വസിക്കുന്നു. ബിഗ് ബോസ് അതിൽ എല്ലാ പരിപാടിയും നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് കണ്ടന്റ് നിങ്ങൾക്ക് ഈ ചാനലിൽ പ്രതീക്ഷിച്ച് ആരും വരരുത്. ബിഗ് ബോസ് കണ്ടന്റ് ആണെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടെങ്കിൽ വേറെ ചാനൽസിലൂടെ പോകാം. നിങ്ങൾക്ക് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യണം. ദയവ് ചെയ്ത് തരണം. കാരണം നമുക്ക് ജനറൽ ഓഡിയൻസ് മാത്രമേ ചാനൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലൂടെ കിടക്കും. ഓക്കെ, എൻ്റെ ലൈഫിൽ ഏറ്റവും മികച്ച സീസൺ ആയിരുന്നു സീസൺ 4 എന്ന് പറയുന്നത്. കാരണം സീസൺ 4 സമയത്ത് ഞാൻ 9th പഠിച്ചെന്ന് തോന്നുന്നു. 9th പഠിച്ചു. സീസൺ 5 സമയത്താണ് 10th പഠിച്ചത്. അപ്പോൾ സീസൺ 4 സമയത്ത് 9th പഠിച്ച സമയത്ത് ഡെയിലി 30 വീഡിയോസ് വരികയായിരുന്നു. ഞാൻ സ്കൂളിലാണെങ്കിലും ഡെയിലി 30 വീഡിയോസ് ഈ ചാനൽ വരികയായിരുന്നു. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചാനലിൽ ചെറിയൊരു ടീം ഉണ്ടായിരുന്നു. വലിയ ടീം അല്ലെങ്കിൽ ചെറിയൊരു ടീം ഉണ്ടായിരുന്നു. ആ ടീമാണ് എൻ്റെ വീഡിയോസ് മൊത്തം അപ്ലോഡ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു 30 വീഡിയോസ് അപ്ലോഡ് ചെയ്ത എനിക്ക് അന്നൊരു മിനിമം ഒരു 20 വീഡിയോസിനെങ്കിലും മിനിമം 1 lakhന് മുകളിൽ വ്യൂസ് കിട്ടിയ വീഡിയോസ് ആയിരുന്നു പെർ ഡേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പെർ ഡേ നമുക്ക് മിനിമം ഒരു 2 million മുകളിൽ വ്യൂസ് ഉണ്ടായിരുന്നു ഒരു ദിവസം. അത്ര റീച്ചുള്ള സമയമായിരുന്നു നമുക്ക് ആ സീസൺ. ഓക്കെ, പിന്നെ സീസൺ 5 എത്തിയ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വിചാരിച്ചു. സീസൺ 5 എത്തി. പക്ഷേ സീസൺ 5 നമുക്ക് എടുക്കണം വിചാരിച്ചു. സീസൺ 5 നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം സീസൺ 5 TRP റേറ്റിംഗ് പറ്റ കുറവായിരുന്നു. ഓക്കെ, നമുക്കറിയാം TRP റേറ്റിംഗ് ഉണ്ടെങ്കിലുള്ളൂ ബിഗ് ബോസിനും അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യുന്ന ചാനൽസിനും ഏഷ്യനെറ്റിനൊക്കെ ഉപകാരമുള്ളൂ. ഓക്കെ, TRP റേറ്റിംഗിൽ ഏറ്റവും കുറവ് നിൽക്കുന്ന സീസണാണ് സീസൺ 5. പക്ഷേ സീസൺ 6 TRP റേറ്റിംഗിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സീസണാണ്. പക്ഷേ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല വെച്ചാൽ സീസൺ 6 എനിക്ക് പറ്റാൻ മടുത്തു. ഓക്കെ, സീരിയസ് ആയിട്ടും ഇനി ഒരിക്കലും ഈ ചാനലിൽ ബിഗ് ബോസ് വീഡിയോസ് വരത്തില്ല അതും പറഞ്ഞ മാതിരി തന്നെ എൻ്റെ സീസൺ 6 എനിക്ക് ചെയ്യേണ്ടതാണ് തോന്നിയത്. ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളൊക്കെ മനസ്സിലേക്കാണ് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഒട്ടും താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു ടീം നമ്മളെ കൂടെ എപ്പല്ല. കാരണം നമുക്ക് സീസൺ സമയത്ത് മാത്രമേ ആ ടീമിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് തന്നെയാണ്. ഞങ്ങൾ ആ ഒരു സീസൺ സമയത്ത് മാത്രമേ ഒന്ന് ഒത്തുകൂടിയ വീഡിയോസും നമുക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ അവർക്കായാലും ഇപ്പോൾ അവരുടേതായ രീതിയിൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വർക്ക് ചെയ്താലും നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കൊടുക്കണമെങ്കിൽ വ്യൂവർഷിപ്പ് വേണം. ഓക്കെ, സോ ഇനി ബിഗ് ബോസ് വെച്ച് ബാക്കിയുള്ള ഷോസ് നമ്മൾ ചെയ്താൽ തന്നെ നമുക്കത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ കാണുന്ന ഒരു വീഡിയോ പോലും ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 10-20 ടേക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു. എന്നാൽ അത് മാത്രമല്ല വീഡിയോയുടെ വോയിസ് ഓവർ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പിലൂടെ ഒരു വീഡിയോ എത്തും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ വോയിസ് ഇവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വീഡിയോ അവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇതിന് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇത് എഡിറ്റ് ചെയ്യുന്നത് വേറൊരു മൊബൈലിട്ടായിരിക്കും. അങ്ങനെ എൻ്റെ ഇതിൽ വലിയൊരു ബിഗ് പാർട്ട് ഓഫ് പ്രോസസ്സിങ് ഇതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു 8 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ വീഡിയോ എടുക്കും. പക്ഷേ അതിൻ്റെ ബാക്കിൽ നമ്മൾ ഒരു 1.5-3 മണിക്കൂർ മിനിമം ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനും വേണ്ടി അതിൻ്റെ ബാക്കിൽ പണി എടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ ആ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലോട്ട് പ്രോപ്പർ ചെയ്തിട്ടുള്ളൂ. ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കാണുന്ന മാതിരി യൂട്യൂബിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാറ് അങ്ങനൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യില്ല. ആ ഒരു തീമിനെ ഒരു സംഭവത്തിനില്ല. ഓക്കെ, എന്നാൽ അതിൻ്റെ ഒരു അത് നിങ്ങൾക്ക് അത് ഒരു യൂട്യൂബർ ആയിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ടൈമിലൂടെ ജസ്റ്റ് ക്യാമറ ഒന്ന് എടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പെയിന് മനസ്സിലാവും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഭയങ്കരമായൊരു ഇത് ബുദ്ധിമുട്ടില്ലേ ഒരു കാര്യമാണ്. പിന്നെ അതിലൂടെ വ്യൂവർഷിപ്പ് കൂടെ ഇല്ലെങ്കിൽ തകർന്ന അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് 5th സീസൺ പോയി. അതിന് സീസൺ 6 ഞാൻ ചെയ്യില്ല വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ചാനൽ ഏകദേശം പൂട്ടേണ്ട അവസ്ഥയിലോട്ട് എത്തി. അങ്ങനെ ചാനൽ സെയിൽ ചെയ്യുന്ന അവസ്ഥയിലോട്ട് എത്തി. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടുണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ സെയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ പിന്നെ സെയിൽ ചെയ്യേണ്ട രീതിയിലോട്ട് എത്തിക്കും. മെയിനായിട്ട് ഫിനാൻസിൻ്റെ പ്രശ്നമാണെങ്കിൽ ക്യാഷിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട്. കാരണം എനിക്ക് വേറെ ഒരുപാട് ചാനൽസ് ഉണ്ട്. വേറെയും ഒരുപാടില്ലെങ്കിൽ 2-3 ചാനൽസ് യൂട്യൂബിലുണ്ട്, ഒരു 4-5-6 പേജസ് ഫേസ്ബുക്കിലുണ്ട്, 2-3 അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഒരു അക്കൗണ്ട് ടിക്ടോക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യണം. ഞാനിപ്പോഴും തീരുമാനിച്ച് വെച്ചിട്ടില്ല. ഈ ചാനലിൻ്റെ ഗ്രോത്തുകളൊക്കെ പോയിക്കണം. കാരണം ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് പ്രോപ്പറായിട്ടുള്ള ചാനൽസ് നോട്ടിഫിക്കേഷൻ പോയില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബ് ടീമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. എൻ്റെ ചാറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാലും നമ്മൾ യൂട്യൂബ് ടീമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. ഇനി അവർ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കോൺടാക്ട് ചെയ്ത ഒരു 48 hours അവർ റിപ്ലൈ തരുമെന്നാണ് പറഞ്ഞത്.
അപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്നോ നാളായിട്ട് റിപ്ലൈ വരും. ഓക്കെ, അപ്പോൾ റിപ്ലൈ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ തീരുമാനിക്കുക എന്തായിരിക്കും ഈ ചാനലിൻ്റെ അവസ്ഥ. കാരണം നമ്മുടെ ചാനലിൽ മുമ്പത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ റിമൂവ് ആയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇനി ഈ ചാനലിൽ നല്ല പ്രോപ്പറായി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ, ഞാൻ എല്ലാ വോയിസ് ഓവറും ഡബിങ്ങും എൻഡ് ഓഫ് ദ പ്രോസസ്സ് ഞാനൊക്കെ ചെയ്യും. ഓക്കെ, എനിക്കിപ്പോഴും സ്ട്രെയിൻ ഉണ്ട് തൊണ്ടയ്ക്ക്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്തിട്ടും ഇതിന് ചെറിയ റവന്യൂ കിട്ടുകയാണെങ്കിൽ തന്നെ ആ റവന്യൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഗീവ് അവേ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് തന്നെ തരണ്ടേ. ഓക്കെ, അത് ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഇതിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ തരണ്ടേ. എനിക്ക് വേറെ പേജസ് ഉണ്ട്, വേറെ അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചെറിയ റവന്യൂ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ചാനൽ നമ്മൾ പറ്റ ഒഴിവാക്കി എന്ന രീതിയിലാണെങ്കിലും എനിക്കിനിയും ഈ ചാനലിൽ എനിക്ക് അങ്ങനെ കൈവിടാൻ തോന്നാത്തതുകൊണ്ടാണ് നമ്മൾ ചാനലിലോട്ട് തിരിച്ചു വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നാളെ മുതലേക്ക് എന്ത് തരത്തിലെ വീഡിയോസ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പ് തരാം, നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാൻ മാക്സിമം നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ ഉണ്ടാവില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസിന് വരും. സോ നമുക്ക് എല്ലാ ഷോസിനും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇത്ര ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നാൽ അറിയത്തുള്ളൂ. ഓക്കെ, എല്ലാ ഷോസിൻ്റെ വീഡിയോസും പോയി ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഷോവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഒക്കെ ചെയ്ത് നമുക്ക് ക്യാഷ് നല്ല രീതിയിൽ ആവശ്യം വരും. ഓക്കെ, അത് എഡിറ്റേഴ്സിനായാലും എനിവേ, അല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥ വരും. എന്നാൽ പിന്നെ ക്യാഷ് പുറത്ത് പോകത്തില്ല. പക്ഷെ അതെന്നെ കൂടെ പറ്റത്തില്ല, കാരണം എനിക്ക് സ്റ്റഡിങ് ഉണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് സ്കൂളുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇടയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിത് കുറച്ച് ഷൂട്ടിങ് മാത്രമേ എൻ്റെ തലയിലോട്ട് വരത്തുള്ളൂ, ബാക്കിയുള്ള മൊത്തം ആൾക്കാർ ചെയ്യും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് വ്യൂസ് ഇല്ല. കാരണം ഒന്നാമത് ഷോർട്സ് വന്നുകൊണ്ട് തന്നെ എല്ലാവരും വ്യൂസും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിൽ നമ്മുടെ പേജസും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. നമ്മൾ അതിലായിരിക്കും ഗീവേഴ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഈ ചാനലിൽ കിട്ടുന്ന എല്ലാ റവന്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും തരാം. റവന്യൂവിന് വേണ്ടി നമ്മൾ ഈ ചാനലിന് നടക്കത്തില്ല. ലോക്കൽ കണ്ടന്റിന് വേണ്ടി ലോക്കൽ ഷോസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യത്തില്ല. നല്ല ഷോസും നല്ല കണ്ടന്റും പ്രോപ്പറായിട്ടുള്ള വീഡിയോസ് വരും നാളെ മുതൽ. സോ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ വീഡിയോസ്. ഓക്കെ.